ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സംഗതി പരിചയപ്പെട്ടിരുന്നു. നമ്മുടെ അടിപൊളിയായിട്ട് പൊള്ളാച്ചിയിലൊരു ഫാമാണ്. അപ്പോൾ അണ്ണനെ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. മണിയണ്ണനുമായിട്ട് നമ്മൾ രണ്ടാമത്തെ ഫാമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ ചില സംഗതികളുണ്ട്. അതിന് മുമ്പ് നമ്മൾ ഈ ഫാമിനെ കുറിച്ച് പറയാം. നല്ലൊരു അന്തരീക്ഷമായിട്ട് ഇവിടെ വരുമ്പോൾ അടിപൊളിയാണ്. പുറത്തിങ്ങനെ പശുക്കളെയൊക്കെ മേയാൻ വിട്ടേക്കാണ്. നമ്മൾ വരുമ്പോൾ തന്നെ കാണാം HF തന്നെ അല്ലേ കൂടുതലും. HF ഉണ്ട്, ജെർസിയും ഉണ്ട്. നമ്മൾ വരുമ്പോൾ HFന്റെ നടുക്കാണ്. നല്ലൊരു ഇതുണ്ട്. പിന്നെ എന്താ പറയുക, നല്ലൊരു ഡയറി ഫാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സംഗതിയിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അണ്ണാ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയൊരു സാധനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങളുടെ ഒരു തീറ്റന്റെ കാര്യം, രോഗത്തിന് അതൊന്ന് പറഞ്ഞു തന്നെ. അപ്പോൾ അതല്ല ഇപ്പൊ പറയാം. പശു ഫസ്റ്റ് ആദ്യം പശുക്കൾ നോക്കാം, എവിടത്തെ പശുക്കൾ നോക്കാം, നമുക്ക് ഓരോന്നിനും കാണാം. നോക്കിയിട്ട് പിന്നെ പശുവിന്റെ തീറ്റ ഉള്ളിൽ ഫാമിലുണ്ട്, ആ ഫാമിലെ തീറ്റ നോക്കാം. പിന്നെ പശുക്ക് ഏത് അസുഖം പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാര്യം നമ്മുടെ അവിടെ എല്ലാം നമ്മുടെ കേരളത്തിലെല്ലാം സെറ്റ് ആവും അല്ലേ? അതെല്ലാം പറഞ്ഞു കൊടുക്കും, എല്ലാം പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പം നമ്മൾ നേരെ പോകാം കേട്ടോ വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നു പശുക്കളിൽ നിൽക്കുന്ന ഓരോരുത്തരെ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ട് വരികയാണ്. അതെ, നല്ല വലിയ പശു, നല്ല വലിയ പശു. അതെക്കാട്ടിലും ഇത് നല്ല വലിയ പോലെ പശു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. അതെ അതെ, അതെക്കാട്ടിലും ഈ പശു പാല് കൂട്ടി കിട്ടും. ഈ പശുവിന്റെ ഉടമസ്ഥന് 30 ലിറ്റർ പറഞ്ഞു ഈ പാല്. ഈ പശുക്ക് ഞാൻ ഒരു 25-27 ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. രണ്ടാം പേര് താ 27 ഗ്യാരണ്ടി. നിങ്ങൾ ഇവിടെ ഇപ്പുറത്ത് വന്ന് അകട് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും. പശു കുറച്ച് പേടിയുണ്ട്. നമ്മൾ പുതിയ ഫാൻ ഇട്ട് കൊണ്ട് നമ്മൾ ആ പശുക്ക് പേടിയുണ്ട്. അതുകൊണ്ട് പശു വന്ന് 27 ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കണം. ചേട്ടാ പശുവിന്റെ വലുപ്പം രണ്ടാം പേര് നല്ല കാമ്പ് കൊണ്ടോ, നല്ല കാമ്പ്, മടി സെറ്റ്. ഇനി മടി വരാനുണ്ട്. ഇനി ഒരു മാക്സിമം ഒരു 10 ദിവസം പിടിക്കും. ഇനി ഫുൾ അകട് പിടിക്കും. കഴിഞ്ഞ പേര് കന്നി പേരിൽ ഈ പശു 25 ലിറ്റർ കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. ഈ പേരിൽ നമ്മൾ 25 വേണ്ട 2 ലിറ്റർ കൂട്ടി 27 ലിറ്റർ കിട്ടും, ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. സെനയിലുണ്ട്. ഇനി ഒരാഴ്ച പിടിക്കും പശു പ്രസവിക്കാണ്. അതെ, നമ്മൾ അടുത്ത പശു നോക്കാൻ പോകണം. ഓക്കെ ആണോ, ഒറ്റ കാര്യോട് ചോദിച്ചേ. അപ്പോൾ ഇതിൽ സെമൻ എവിടുന്നാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്? ഈ ഒരു ഇതിൽ ചേട്ടാ ഇവിടത്തെ കിട്ടാട്ടാ. ഇവിടെ ഇപ്പോൾ എല്ലാ സെമനും നല്ല ബ്രീഡായിരിക്കും. നല്ല നമ്മളിപ്പോൾ പല ഡോക്ടർമാരുടെ വിളിച്ച് ഫീമെയിലേക്ക് തനി ശമനുണ്ട്, ഫീമെയിലേക്ക് തനിയാണ് നമ്മൾ മേടിക്കാം. ഇവിടെ വന്ന് ഡോക്ടർമാർ വന്ന് 500 രൂപ കൊടുത്താലേ പൊതുവായ എല്ലാ ഇഞ്ചക്ഷൻ ഇട്ടേക്കും. തണിച്ച് ഒരു 1000 കൊടുക്കാൻ 2000 കൊടുത്താൽ മതി, പറഞ്ഞാൽ മതി. തണിച്ച് ഫീമെയിൽ HFന്റെ സെമനെ കിട്ടും. ചേട്ടാ ഇത് പശു വന്ന് 3-ാം പേര്. പശു 3 പറഞ്ഞില്ലേ, നമ്മൾ ഫാമിലെ നമ്മളെ കച്ചവടമെല്ലാം വന്ന് മാക്സിമം 2-3 കന്നിപ്പേര് അങ്ങനെ എടുത്ത് വെക്കാൻ പറഞ്ഞില്ലേ. ഇത് 3-ാം പേര് പശു. പശു ഹൈറ്റ് കണ്ട, നല്ല വലിയ ഹൈറ്റ്, നല്ല വലിയ ഹൈറ്റ്, നല്ല ഇടപ്പെട്ട നീളം. ഈ പശു 25 ലിറ്റർ പാല് കിട്ടും. കഴിഞ്ഞ പേര് 25 ലിറ്റർ കറന്നാണോ കിട്ടും പറഞ്ഞാൽ കഴിഞ്ഞ പേരിൽ കിട്ടിയത് കൊണ്ട് തന്നെ ഞങ്ങൾ പറയും അതാണ് ഗ്യാരണ്ടി. അതാണ് ഈ കഴിഞ്ഞ പേരിൽ 25 ലിറ്റർ കിട്ടിയ പശുവാണ്. ഈ പേരിൽ നമ്മൾ അതേ 25 ലിറ്റർ കൊണ്ടുപോകാം. പശു 3-ാം പേര് നല്ല മടി സെറ്റ്, നല്ല കാമ്പ് കൊണ്ട് കണ്ടോ, നല്ല കാമ്പ്, നല്ല പാൽ നിറമ്പുണ്ട്. ഇനി മടി വരാനുണ്ട്. ചേനയാണ്, ഈ പ്രസവിച്ചിട്ടില്ല. ഇനി ഒരാഴ്ച കമ്മിയിലാൻ പഠിക്കും. എങ്ങനെ നോക്കിയാലും 23 ലിറ്റർ ഗ്യാരണ്ടി ആയിട്ട് കിട്ടും പശു ഉറപ്പിട്ട്. ഇത് ഈ സ്ഥലത്തില് പ്രസവിച്ച പശു ഉണ്ടെങ്കിൽ നമുക്ക് കറന്ന് നോക്കിയെടുക്കാം. കറ വേണ്ട. ഇപ്പൊ ചിലപ്പോൾ വന്ന് കേരളത്തെ ആൾക്കാർ ഒരു ഇതുണ്ട്, കച്ചവട ആൾക്കാർ ബ്രോക്കർമാർ പശുക്കൾ കറക്കാതെ നിർത്തിയിട്ട് സെയിൽസ് ആക്കണമെന്ന് അങ്ങനെ പറഞ്ഞിട്ട് വെറുതെ പറയുന്ന അങ്ങനെ പറയുന്ന ഒരു ഇതുണ്ട്, തിരിതുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ആൾക്കാർ നേരിട്ട് വാഴുക വന്നിട്ട് നമ്മൾ ഈ പശു ഇത് കാണാം. അതെ, ഇത് ചാനലുണ്ട്. പശു പ്രസവിച്ച പശു ഉണ്ടെങ്കിൽ കറവ് നോക്കാം. അതായത് കറവ് നോക്കാൻ പറഞ്ഞാൽ ഇന്ന് വൈകിട്ട്, നാളെ രാവിലെ, നാളെ വൈകിട്ട് അങ്ങനെ 3 കറവ് നോക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം. നമ്മൾ ഇവിടുന്ന് ക്ലൈമറ്റ് മാറി വേറൊരു ക്ലൈമറ്റിലേക്ക് ചെല്ലുമ്പോൾ ഈ കറവ് കുറച്ച് കുറയില്ല, കമ്മിയാൻ പറ്റാ. സ്ഥലത്തോട്ട് സ്ഥലമാകുമ്പോൾ കുറച്ച് മാറും, കമ്മിയാവും. പക്ഷെ അത് നമുക്ക് തിരിച്ചു കിട്ടും. ഇപ്പൊ നമ്മളെ ഒരു സ്ഥലത്തിലുണ്ട്, ഞാൻ പൊള്ളാച്ചിലുണ്ട്. നിങ്ങൾ കേരളത്തിൽ വന്ന് എങ്ങനെ ഉണ്ടാകും? ഉടനെ നിങ്ങൾ അഡാപ്റ്റ് ആകുമോ? നിങ്ങൾ ക്ലൈമറ്റ് ഇതിലാണോ? അതേപോലെതാ പശുക്കളും, അതേപോലെ നമ്മളെ പോലെതാ സെയിം. ഒരു സ്ഥലം വിട്ട് അടുത്ത സ്ഥലം ആകുമ്പോൾ പട്ടിന് പാല് കിട്ടില്ല, സഡന പാല് കമ്മിയാവും. ഇപ്പൊ 25 ലിറ്റർ പറഞ്ഞ പശു അവിടെ പോയിട്ട് ഒരു 15 കിട്ടില്ല, ഒരു 10 കിട്ടും. മനസ്സിലായില്ല? നമ്മൾ 2-3 ദിവസം കഴിയുമ്പോൾ മാക്സിമം ഒരു ഒരാഴ്ചന്റെ ഉള്ളിൽ പാല് കയറും. അതിന്റെ ഉള്ളിൽ നമ്മൾ എല്ലാം നോക്കണം. പശു ലൂസ് മോഷൻ ഉണ്ടാ, പശു ഫീവർ ഉണ്ടാ, കൊണ്ടുപോയി പ്രസവിച്ച പശു ഉണ്ടെങ്കിൽ, ചെന പശു ഉണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല. ചെന പശു അങ്ങനെ മാക്സിമം അങ്ങനെ സംഭവിക്കില്ല. പ്രസവിച്ച പശു ഉണ്ടെങ്കിൽ പ്രസവിച്ച ടയേർഡ് ഉണ്ടാവും, പ്രസവിച്ച സീനം ഉണ്ടാവും. അതുപോലെ നമ്മൾ യാത്ര ഉണ്ട്, 3 കിലോമീറ്റർ യാത്ര കൊണ്ടുപോകും. പശുക്ക് അസുഖം പിടിക്കും, ഫീവർ വരും. അപ്പോൾ ഒരു ഡോക്ടറെ വിളിച്ച്, ചേട്ടാ ഇതുപോലെ പശു വന്നിട്ടുണ്ട്, നമ്മുടെ അടുത്ത് ഒരു 10 പശു വന്നിട്ടുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പശുവാണ്. അപ്പം നമ്മൾ ഇൻഷുറൻസ് ചെയ്യണം. അപ്പം നിങ്ങൾ ഡോക്ടറെ വിളിക്കണം.
വിളിച്ചിട്ട് ഈ പശുക്ക് ഏതെങ്കിലും ഉണ്ടാ കാൽസ്യം കൊടുക്കാനോ അല്ലെങ്കിൽ പണിക്ക് വേദനയ്ക്ക് ഏതെങ്കിലും ഗുളിക കൊടുക്കണോ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ഗുളിക കൊടുക്കാം. അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ മാക്സിമം അടിക്കാൻ പറ്റില്ല. ഇഞ്ചക്ഷൻ അടിച്ചാലേ പാല് കമ്മിയാ പോകും. അപ്പോൾ ഡോക്ടർമാർ വേദനയ്ക്കുള്ള ഗുളികയും അപ്പോൾ വേദനയ്ക്ക് ഏതെങ്കിലും കാൽസ്യം ഉണ്ടെങ്കിൽ കാൽസ്യം കൊടുക്കും. മനസ്സിലായില്ലേ? അങ്ങനെ കൊടുക്കുമ്പോൾ പാല് കയറിപ്പോവും. ഒരാഴ്ചയിലെ പാല് കയറിപ്പോവും. അങ്ങനെ ചില പൈക്ക വന്ന് കയറില്ല. അതെന്താ അറിയാം, ഇപ്പോൾ കേരളത്തെ ആൾക്കാർക്ക് തീറ്റ കൊടുക്കാൻ അറിയില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ വിളിച്ച് ചേട്ടാ മണിയണ്ട അവിടെ നമ്മൾ പശു മേടിക്കുന്ന ഇടத்துல എത്ര ലിറ്റർ തീറ്റയ്ക്കാണോ എങ്ങനെ തീറ്റ കൊടുത്തു അങ്ങനെ ചോദിക്കും. ഞാൻ അതിൻ്റെ കാര്യം ചേട്ടാ ഇത്ര കിലോ തീറ്റ കൊടുക്കണം, പശുക്ക് ഇത്ര കിലോ തീറ്റ കൊടുക്കണം, പശുക്ക് ഇത്ര കിലോ വെള്ളം കൊടുക്കണം, സൈലേജോ അതെ അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുക്കും. പറഞ്ഞിട്ട് നിങ്ങൾ അതുപോലെ കുറച്ച് പതുക്കെ എത്തിയാൽ മാക്സിമം 10 ദിവസം പാല് സെറ്റായി പോകും. ഇവിടെ എങ്ങനെ പാല് കിട്ടിയാൽ അതേപോലെ നിങ്ങൾക്ക് സെറ്റായി പോകും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന തീറ്റ തന്നെ നമ്മൾ അവിടെ കൊണ്ട് കൊടുക്കണമെന്നുണ്ടോ? അത് ഇപ്പോൾ ഇവിടുത്തെ തീറ്റ കൊടുത്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളെ തീറ്റ കൊടുക്കണമെങ്കിൽ പതുക്കെ കൊടുത്ത് നിങ്ങൾ സെറ്റാക്കണം. പതുക്കെ കൊടുക്കും. ഞങ്ങളിവിടെ വന്ന് ഒരുപാട് തീറ്റ കൊടുക്കുന്നുണ്ട്. അത് തീറ്റൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ കുറച്ച് ഫാമിനുള്ളിൽ കയറി ഞാൻ നിങ്ങൾക്ക് ഏതൊരു തീറ്റ കൊടുക്കുന്നുണ്ട് പറഞ്ഞു കൊടുക്കും. അതെ. ചേട്ടാ ഇത് രണ്ടാം പേര് നല്ല വെളുപ്പത്തിലുണ്ട്, നല്ല ഇടപ്പെട്ട നീളുണ്ട്. ഇത് കൃഷിയിൽ നിന്ന് ത്രൂവ കൊണ്ടുവന്ന വളർത്തുന്നാളടുത്ത് നിന്ന് ത്രൂവ കൊണ്ടുവന്ന പശുവാണ്. ഇത് ഒരു 15 to 20 ദിവസം പിടിക്കും പ്രസവിക്കാണ്. എല്ലാം ചെന. മാക്സിമം ഞങ്ങൾ കൂടുതലായിട്ട് ആ ചെന തന്നെ കൊണ്ടുപോകും. പ്രസവിച്ച വഴിക്ക് കൊണ്ടുവന്ന് കമ്മിയാണ്. ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ഞങ്ങൾ പ്രസവിക്കും. പ്രസവം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ചെനയിലും മേടിക്കുന്ന ആൾക്കാരുണ്ട്. പ്രസവം കഴിഞ്ഞിട്ട് കറവ കണ്ട് മേടിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലും നമ്മുടെ അടുത്ത് പശുക്കളുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇതാ പശു ഉണ്ട് പറയാൻ പറ്റില്ല. HF ഉണ്ട്, ജെർസി ഉണ്ട്, കറവമാടുണ്ട്, ചെനമാടും ഉണ്ട്. ചിലപ്പോൾ ഒരു ചില ആൾക്ക് കുട്ടി ചോദിക്കുന്നുണ്ട്. കുട്ടി ചോദിച്ചാലും നമ്മൾ സെറ്റാക്കാനുണ്ട്. എല്ലാം നമ്മുടെ എല്ലാമേ പശുക്കുട്ടി 1 വയസ്സ് 1.5 വയസ്സ് ചേന പിടിപ്പിക്കുന്ന ആക്കിലെ കുട്ടികൾ അങ്ങനെ എല്ലാമേ നമ്മൾ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല വലിയ കറുപ്പ് കൂടുതലായിട്ടുള്ള എല്ലാ ക്ലൈമറ്റും സെറ്റാണ് ബൈക്കിൽ. അത് എങ്ങനെ നോക്കിയാലും ഇതും 20 ലിറ്റർ കിട്ടുന്ന എല്ലാ പശുക്കളും മണിയുണ്ട് 20 ലിറ്റർ പറയുന്നുണ്ട്. ഒന്നുമേ 15 ലിറ്റർ ഇല്ല. ഒന്നുമേ അങ്ങനെ സംശയം ഉണ്ടായിരുന്നു ഉണ്ടല്ലേ? അതെ. ഇതെല്ലാം ബ്രീഡ് കേട്ടാ. ഇതെല്ലാം നല്ല ബ്രീഡ് ഉണ്ട്, നല്ല ഇണത്തലുണ്ട്, നല്ല ഇടപ്പെട്ട നീളുണ്ട്. പശു നല്ല വലിയ പശു കണ്ട നല്ല വെളുപ്പത്തിലുണ്ട്, ചെസ്റ്റ് ഹൈറ്റ് ഉണ്ട്. ഇത് നല്ല ബ്ലഡ് സർക്കുലേഷനിൽ അധികമായിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് പാല കൂടുതലായിട്ട് കിട്ടും കേട്ടോ, ഉറപ്പായിട്ട് കിട്ടും. അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രസവിച്ച പശു കറന്ന് നോക്കി കൊണ്ടുപോകാം. അടുത്ത് നോക്കാൻ പോണ് രണ്ടാം പേര്. പശു വന്ന് രണ്ടാം പേര് ഇത് പ്രസവിച്ച പശുവാണ്. ഇത് ഒരു 15 ലിറ്റർ കണക്കൂട്ട. ഈ പശു 15 ലിറ്റർ കണക്കൂട്ട. കുറച്ച് പേടിയുണ്ട് പശുക്ക്. പുതിയ ആൾക്കാർ കണ്ട കുറച്ച് പേടിയാ. ഒരു 15 ലിറ്റർ കണക്കൂട്ട. ഈ പ്രസവിക്കാണ് ഒരു ഒരാഴ്ച പിടിക്കും. ഇത് ചേന പശുവാ. കണ്ണി ഫസ്റ്റ് പേര് പല്ല് 4 പല്ല് 2 നേരം കൂടി ഇതും വന്ന് ഒരു 18 അങ്ങനെ കിട്ടും ടൈപ്പാ. 18 കിട്ടുമെന്നാണ് എങ്ങനെയാണോ അങ്ങനെ പറയുന്നത്? ചേട്ടാ കണ്ണിപ്പേര് നമ്മൾ ഉറപ്പായിട്ട് എത്ര കിട്ടും പറയാൻ പറ്റില്ല. ഇപ്പോൾ അമ്മ ഞങ്ങൾ വന്ന് ആദ്യം അമ്മ അതിന്റെ അമ്മ എത്ര കിട്ടി അത് കണക്കൂട്ടും. പിന്നെ പശു ബ്രീഡിലുണ്ട്, നല്ല ഇടപ്പെട്ട നീളമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് പറയാം. നല്ല ഹൈറ്റ് ഉണ്ട് കണ്ടോ, നല്ല പേര്. ഈ ഇടനീളമാണോ ഇതിന്റെ പാലിന്റെ ശരിക്കും പറഞ്ഞാൽ? വലിയ പശു ഏன்னா ബ്ലഡ് സർക്കുലേഷൻ കിട്ടുമല്ലേ? ബ്ലഡ് വന്ന് വലിയ ബൈക്കിലേക്ക് ആദ്യമായിട്ട് കൂടുതലായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്. ആ ബ്ലഡ് സർക്കുലേഷനെ വെച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ഇത്ര പാൽ കിട്ടും, ചെറിയ പശു ഇത്ര കിട്ടും അങ്ങനെ പറയുന്നുണ്ട്. ഇത് നല്ല ബാക്ക് വെയിറ്റ് ഉണ്ട്, നല്ല വാൾ തോക, അടപ്പ് അടച്ച മടിതാ, കൂച്ചമില്ല, കണ്ണി തനമേക്ക് പേടി കൂച്ചമില്ല കണ്ടോ. ഇതിപ്പോ ഒരു പെണ്ണും കൂടെ പിടിക്കാം. നോക്കിക്കതെ അവിടെ നോക്കിയാൽ പെണ്ണുങ്ങളും കൂടെ പിടിക്കുക, കറക്കുക, കൂച്ചമില്ലാതെ പശുവാ. എങ്ങനെ നോക്കിയാലും ഒരു 18 ഗ്യാരണ്ടി സ്യൂരിട്ട് കിട്ടണം. ഞാൻ കണ്ണി പേർക്ക് നമ്മൾ അക്യൂരിട്ട് പറയാൻ പറ്റില്ല, ഞാൻ കണ്ടിട്ടില്ല. എടുക്കാം. പക്ഷേ നമ്മൾ തമിഴ്നാട്ടിൽ വന്ന് കണ്ണിപ്പേര് ബൈക്കിൽ കിട്ടുന്ന വില കൂടുതലാണ്. ചേട്ടാ ഒരു 10 പേര് 15 പേര് നിർത്തി വെക്കാണ് പറഞ്ഞിട്ട് 10 പേർക്ക് ഉറപ്പായിട്ട് നിർത്തി വെക്കാം. അതുകൊണ്ട് തമിഴ്നാട്ടിലെ കുറച്ച് വില കൂടുതലായിട്ട് പറയും. ഈ പശുവിനോട് മാസം 1 ലക്ഷം പറഞ്ഞതാ ഈ പശു. ഇത് നമ്മൾ അടുപ്പിച്ച് മേടിച്ച നാണ് ഒരു 70 to 75 കൂടിയ ഒരു 78 റേഞ്ചിൽ മേടിച്ച് കൊടുക്കാൻ പറ്റും. കുറേ കുട്ടികളുണ്ടല്ലോ. കുട്ടികളുണ്ട്. എല്ലാം പ്രസവിച്ച പശു കേട്ടാ. എല്ലാം പ്രസവിച്ചിട്ട് ഒരാഴ്ച 10 ദിവസം അങ്ങനെ ഉണ്ടാവും. ഇതെല്ലാം വന്ന് 1 മാസം ഉണ്ടാവും, ഇതെല്ലാം ഒരു 3 മാസം ഉണ്ടാവും. ഇതെല്ലാം വന്ന് മാക്സിമം ഒരു ഇങ്ങനെ ഉള്ളതിനെ കൊടുക്കുന്നുണ്ടോ ചേട്ടാ? പശുനങ്ങൾ കൊടുത്താൽ പ്രസവിച്ച പശുവും തള്ളയും കുട്ടിയും ഒരുമിച്ച് തന്നെ കൊടുക്കും, തനിച്ച് കൊടുക്കില്ല. കുട്ടിയും പ്രസവിച്ച പശു ഉണ്ടെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് തന്നെ കൊടുക്കും. ഇതും ജെർസി ഇന്നലെ പ്രസവിച്ച പശുവാ കണ്ടോ. ഇന്ന് രാവിലെ പ്രസവിച്ചിട്ടുണ്ടാവും. ജെർസി ഒരു 15 ലിറ്റർ പാൽ ചോദിച്ചില്ല ചെറിയ ആൾക്കാരെങ്കിൽ 15 ലിറ്റർ പാൽ കിട്ടും. കുട്ടി ഇപ്പോൾ പ്രസവിച്ച പശു ഇതാ. എങ്ങനെ നോക്കിയാലും 15 ലിറ്റർ ഗ്യാരണ്ടിയാണ് കിട്ടുന്നത്. ചേട്ടാ നോക്കിക്കോ, ഇത് നല്ല വലിയ പശുവാ.
ഇതെന്നാണ് ഈ വീഡിയോ ഒക്കെ എടുത്ത് അതെ കേരള കസ്റ്റമർ ഏട്ടാ. കസ്റ്റമറെ കാണിക്കാനോ? കസ്റ്റമർ വന്ന് നേരിട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഫോൺ മൂലം നമ്മളെ വീഡിയോ കാണിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ചേട്ടാ ഇത് നല്ല വലിയ പശു, 2 പേര് 6 പല്ല്, നല്ല പ്രസവിച്ച പശുവാ. പ്രസവിച്ചിട്ട് രാവിലെ കറന്നെടുത്തു. ഇന്ന് പ്രസവ നീരുണ്ട്, നോക്കി 4 കാമ്പ് മടിസെട്ട് എല്ലാമേ ഉണ്ട്. നല്ല വലിയ പശുവാണ്, ചെറിയ പശുവില്ല. പ്രസവിച്ചത് വന്ന് പശുക്കുട്ടിയാണ്, നല്ല നീരുണ്ട്, നല്ല വലിയ പശുവാണ്. ഇത് വേണമെങ്കിൽ നമ്മൾ സെറ്റാക്കാം. ഇത് വന്ന് കേട്ടാ ഇത് പ്രസവിച്ച പശുവാണ്. ഇത് പ്രസവം കഴിഞ്ഞിട്ട് ഇന്നോറെ വന്ന് ഒരു 11 ദിവസമായി. ഇത് 25 ലിറ്റർ പാലുണ്ട്. അതിന് ഗ്യാരണ്ടിയെ കൊടുക്കാം, കറന്ന് കാണിക്കാം. ഏன்னா കറവ കണ്ടിട്ടുണ്ട്, ഒരു കസ്റ്റമർക്ക് ഈ പശുവിനെ കറവ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പശു 25 ലിറ്റർ പാലുണ്ട്. 25 ലിറ്റർ കണ്ടോ? 25 ലിറ്റർ ഞാൻ കണ്ടു. രാവിലെ വന്ന് ഒരു 13 ലിറ്റർ ഉണ്ടായി. അപ്പോൾ അതിന് വീഡിയോ കൊണ്ട് എൻ്റെ അടുത്തുണ്ട്. ഇത് കാരണം വൈകിട്ട് വന്ന് ഒരു 11 ലിറ്റർ പാത്രം, അത് 11 ലിറ്റർ പാത്രം ഉണ്ടായി. 25 ലിറ്റർ പാലുണ്ട്. കുട്ടിക്ക് 1 ലിറ്റർ പോകും, 24 ലിറ്റർ കമ്മില്ലാം കിട്ടും. അത് വേണം ഗ്യാരണ്ടി, അത് കറന്നേ കാണിക്കത്. പാലുണ്ട്. ഇതും 3 പേര് ചുമ്മാ വെറുതെ 2 പേരിലെ പറയില്ല. ഇത് 3 പേര് പശു എടുക്കാട്ടോ. 3 പേര് ടൈപ്പെല്ലാം എടുക്കാം. കന്നിപ്പേര് 2 പേര് 3 പേരിലും എടുക്കാം. ഏன்னா പാല് കൊണ്ടുപോയിട്ട് നല്ല പ്രോപ്പർ പാല് കിട്ടും. ഇത് വന്ന് മാക്സിമം ഒരു 18 ലിറ്റർ ഉറപ്പായിട്ട് കിട്ടും. ഇത് 3 പേരിൽ 3 പേര്. ഇപ്പോൾ 3 പേര് 18 കറന്നുകൊണ്ടിരിക്കുന്നത്. പ്രസവിച്ച പശുവാ കറന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്ന് പ്രസവിച്ചിട്ട് ഒരു 5 ദിവസം ആയിട്ടുള്ളൂ, അത്ര ആയുള്ളൂ. ഇപ്പോൾ 15 ലിറ്റർ പാലുണ്ട്. ഒരു 20 ലിറ്റർ പശുവിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു നമ്മൾ ഒരു 18 ലിറ്റർ ഉറപ്പായിട്ട് നമ്മൾ എടുക്കാം. ഇത് നല്ല വലിയ പശുവാണ്. HF ഇണത്തപ്പെട്ട പശു. 3 പേര് പാൽ കിട്ടുന്നവർക്ക് എന്താ. ഇത് വന്ന് 2 പേര് ടൈപ്പ് 20 ലിറ്റർ കിട്ടും പശു. ഇന്ന് ഇപ്പോൾ പ്രസവിച്ചതാ. രാവിലെ പ്രസവം കൊടി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. വേസ്റ്റ് പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ. ഇത് പശുക്കുട്ടിയാണ്, ഇതിൻ്റെ കുട്ടിയും പശുക്കുട്ടിയാണ് കണ്ടോ. നമ്മൾ മാക്സിമം വന്ന് ചില കസ്റ്റമർ വന്ന് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാർ വന്ന് വലിയ ഫാം ഉണ്ടാവും, ഒരു 15 പശു 20 പശു 30 പശു അങ്ങനെ വലിയ ഫാം ഉണ്ടാവും. ആൾക്കാർക്ക് നേരിട്ട് വരാൻ പറ്റില്ല. അങ്ങനെ വരാതെ ആൾക്കാർ വന്ന് മണിയുണ്ട ഇതുപോലെ പശു വന്ന് നേരിട്ട് വരാൻ പറ്റില്ല. നീ ഫോണിലുള്ള വീഡിയോ ഒക്കെ കാണിച്ച് അങ്ങനെ കയറ്റി വിടുക അങ്ങനെ പറയുന്ന ആൾക്കാരെല്ലാം ഒരുപാടുണ്ട്. ഞാൻ ലോക്ക്ഡൗണിലുള്ള ഒരുപാട് പശുക്കൾ അങ്ങനെ സെയിൽസ് ആക്കിയിട്ടുണ്ട്. അതായത് പശു മേടിക്കുന്ന ആൾക്ക് ഓക്കെ എന്ന് പറഞ്ഞതാ, ചേട്ടാ ഈ പശു ഇത്ര വില പറയുന്നുണ്ട്. പശുവിൻ്റെ ഉടമസ്ഥൻ ഇതിന്റെ വില വന്ന് 85 പറയുന്നുണ്ട്, 90 പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എത്രക്ക് എടുക്കുക അങ്ങനെ പറഞ്ഞാൽ നിങ്ങളടുത്ത് ഒരു താല്പര്യം ചോദിക്കും. മണിയുണ്ട നമ്മളെ അടുത്ത് അത്ര പൈസ ഇല്ല, നമ്മൾ ഒരു 75 ചോദിക്കൂ, 80 ചോദിക്കും അങ്ങനെ പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ചോദിക്കുന്ന പോലെ പശുവിൻ്റെ ഉടമസ്ഥനെ സംസാരിച്ചിട്ട് വില തീർത്തിട്ടുണ്ടെങ്കിൽ ചേട്ടാ നമ്മൾ വില കച്ചവടമാക്കി വില തീർത്തു, നിങ്ങൾ ഒരു അഡ്വാൻസ് എങ്കിലും അയക്കിങ്ങനെ പറഞ്ഞിട്ട് ഒരു 5000 ഇല്ലെങ്കിൽ ഒരു 2000 കൊടുത്ത് നിർത്തി വെക്കാം. അങ്ങനെ ഒരുമിച്ച് ഒരു 4 പശു നിങ്ങൾ വാണ്ടഡ് ഒരു 4 പശു ഉണ്ടെങ്കിൽ 4 പശു നോക്കി സെറ്റാക്കിയിട്ട് ചേട്ടൻ ഒരു പകുതി എമൗണ്ട് എൻ്റെ അക്കൗണ്ടിൽ അയച്ചാൽ മതി. എല്ലാം നോക്കി വണ്ടിയിലൊക്കെ കയറ്റുമ്പോൾ എല്ലാ വീഡിയോ എല്ലാം അയക്കും. ഇത്ര പശു കയറ്റിയിട്ടുണ്ട്, എല്ലാം നമ്മൾ മേടിച്ച പശു എല്ലാം വണ്ടിയിലൊക്കെ കയറ്റി നിങ്ങൾ ഇറക്കുമ്പോൾ ബാലൻസ് എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലെയോ അല്ലെങ്കിൽ വണ്ടി വരുന്ന ആളത്ത് ഡ്രൈവർ അടുത്തോ അങ്ങനെ കൊടുത്താൽ മതി. അങ്ങനെ ഫോൺ ഓർഡറും അങ്ങനെ ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? നേരിട്ട് വന്നാലും കുഴപ്പമില്ല, നേരിട്ട് വരാൻ പറ്റിയില്ലെങ്കിലും ഓർഡറുകളിലോ നമുക്ക് വീഡിയോ കോളിലൂടെ വീഡിയോ കാലിലെ കാണാൻ നോക്കാം. നമ്മൾ വീഡിയോ കാലിൽ നോക്കി നമ്മൾ നിങ്ങൾ അങ്ങനെ കറവ നോക്കണമെങ്കിൽ വീഡിയോ കാലിൽ നോക്കാം. കറന്ന് നോക്കടാ, ഈ പശു സെറ്റാക്കി എനിക്ക് കറവ നോക്കണം, 4 കാമ്പ് എങ്ങനെയുണ്ട് നോക്കണം, 4 പീര് എങ്ങനെ പറഞ്ഞു നോക്കണം അങ്ങനെ പറഞ്ഞാൽ വീഡിയോ കാലിൽ നമ്മൾ നോക്കിയെടുക്കും. ഇത് കന്നിപ്പേര് 4 പല്ല്. ഈ പശു വന്ന് 4 പല്ല് പ്രസവിച്ച പശുവാണ്. പ്രസവിച്ചിട്ട് ഒരു 5 ദിവസം ആയിട്ടുള്ളൂ, 5 ഇന്നൊരു 6 ദിവസം ആയിട്ടുള്ളൂ. 2 നേരം കൂടി 18 ലിറ്റർ പാലുണ്ട്. ഇത് കറന്ന് നോക്കി എടുക്കാം. പ്രസവം കഴിഞ്ഞ പശുതാ. ഇത് ഗ്യാരണ്ടിയാണ്. 18 ലിറ്റർ പാലുണ്ട്. നമ്മൾ ഒരു 2 ലിറ്റർ ഇനി 10 ദിവസം 5 ദിവസം 2 ലിറ്റർ കൂട്ടി കിട്ടും. 20 ലിറ്റർ ഗ്യാരണ്ടി കിട്ടും. പശു വന്ന് 4 പല്ലി കന്നിപ്പേരാണ്. ഈ പല്ലിൻ്റെ എണ്ണം നോക്കിയാണോ പശുക്കളെ എടുക്കുന്നത്? പല്ല് ഞങ്ങൾ തമിഴ്നാട്ടിൽ വന്ന് പല്ലിൻ്റെ ഇത് മട്ടും പല്ല് മട്ടും നോക്കിയെടുക്കും. പക്ഷേ കേരളത്താൽ എന്താ പറയുക, കൊമ്പ് നോക്കിയതെടുക്കും. കൊമ്പ് വന്ന് ചീവ എടുക്കും. കണ്ണിപ്പേർക്കും ഞങ്ങൾ കൊമ്പെടുക്കും. ഏன்னா ഇവിടെ വന്ന് പൊങ്കൽ ഫെസ്റ്റിവൽ വരും. അപ്പോൾ വന്ന് കൊമ്പുകൾക്ക് വന്ന് പെയിന്റ് അടിക്കും ഞങ്ങൾ. അപ്പോൾ വന്ന് ഇവിടുത്തെ തമിഴ്നാട് കേരളത്താൾ വന്ന് കച്ചവട ആൾക്കാരും ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് വന്ന് തമിഴ്നാട് പശുവിനെ അറിയാൻ പറ്റില്ല. അപ്പോൾ വന്ന് കച്ചവട ആൾക്കാരും ചോദിക്കും ഈ പെയിന്റ് കളഞ്ഞു കൊടുക്ക് അങ്ങനെ പറയും. അങ്ങനെ ഉള്ള ആൾക്കാർക്ക് ഞങ്ങൾ കണ്ണിപ്പേരാന്നാലും ചൊരണ്ടി കൊടുക്കും.
മനസ്സിലായില്ലേ? കൊമ്പ് ഊരി കൊടുക്കും. ഇപ്പൊ കൊമ്പ് എടുക്കുമ്പോൾ നല്ല പാളിസാണ്ടല്ലേ, കൊമ്പ് താഴത്തെ നഖം എല്ലാം നമ്മൾ നഖം പോളതാ, നമ്മൾ മുടി പോളതാ, പശുക്കളും നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പൊ കൊമ്പ് എടുക്കുമ്പോൾ നല്ല പാളിസാണ്ടല്ലേ, അതുപോലെ നഖം എടുത്താലും താഴത്തെ നഖം എല്ലാം എടുത്തു കൊടുക്കും. മനസ്സിലായില്ലേ? അപ്പൊ പശുക്കൾ വന്ന് ഒരു വൃത്തി ഉണ്ടാവും. കേരളത്തിൽ എന്താ പറയുക, തമിഴ്നാട് ആൾക്കാർ വന്ന് പശുവിന്റെ പ്രായം അറിയാൻ പറ്റില്ല പറഞ്ഞിട്ട് കൊമ്പ് എടുക്കുന്ന പറയും. മനസ്സിലായി? പക്ഷെ കേരളത്തിൽ കൊമ്പ് പറയുന്നുണ്ട്, കൊമ്പ് നോക്കിയതാ പ്രായമേ നോക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ കൊമ്പെടുക്കുന്ന രീതി വന്ന് നിങ്ങൾ കച്ചവടം ആൾക്കാർ ചോദിക്കുന്നുണ്ട്, കൊമ്പ് എടുത്തു കൊടുക്ക്, ഞങ്ങൾ അവിടുത്തെ പശുക്കളൊന്നും പറയണം അങ്ങനെ പറഞ്ഞിട്ട് കൊമ്പ് എടുത്തു കൊടുക്കാൻ പറയും. അതുകൊണ്ട് ഞങ്ങൾ കൊമ്പ് എടുക്കുന്നുണ്ട്. ഇത് ജെർസി ഇനത്തിൽപ്പെട്ട പശു, 2 കളർ മിക്സ്ഡാ, റെഡ് മിക്സ്ഡ് വൈറ്റ്, ചുവന്ന 2 മിക്സ്ഡ് വൈറ്റ്. ഇത് കുറച്ച് റെയർ കളറാണ്. ഇതുപോലെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇതുപോലെ ആൾക്കാർ ചോദിക്കലുണ്ട്. ഇപ്പോൾ 2 പ്രസവിച്ചിട്ട് ഇതൊരു 10 ദിവസം ആയിട്ടുണ്ട്. ഇപ്പോൾ 17 ലിറ്റർ പാലുണ്ട്. ഇവിടെ രാവിലെ വൈകിട്ട് കറക്കണ സ്ഥലമാണ് ഇത് ഫാമ വന്ന 1-2 പശു സെയിൽസ് ആക്കുന്ന സ്ഥലമാണ് ഇതിപ്പോൾ 16-17 ലിറ്റർ പാലുണ്ട്. അത് കറന്നേ നോക്കി എടുക്കാം. ചില ആൾക്കാർ വന്ന് കേരളത്തിൽ വന്ന് മെയിനായിട്ട് വന്ന് പ്രസവിച്ച പശു എടുക്കുന്നുണ്ട്. എന്താ അറിയാം, ചെന പശു നോക്കണം വയ്യ, നോക്കണം അറിയില്ല വയ്യ. ഓപ്പണായിട്ട് പറഞ്ഞാൽ ചെന പശു എടുക്കുമ്പോൾ പശു നമ്മൾ വന്ന് നിങ്ങൾ ക്ലൈമറ്റുക്കും നിങ്ങളുടെ സ്ഥലത്തേക്ക് എല്ലാം സെറ്റായി പോകും. അതുകൊണ്ട് ചേനയിൽ വന്ന് പ്രസവിക്കാൻ 10 ദിവസം 15 ദിവസം ഗ്യാപ്പുള്ള പൈക്കിൽ എടുക്കാൻ പറയും. അത് നിങ്ങൾ പ്രസവം നോക്കണം ഒന്നുമില്ല, നിങ്ങൾ തൊട്ടടുത്ത് ഇത് താഴ്ത്തി കുത്തി കണ്ടോ, ഈ കുത്തി ഇവിടെ കുത്തിയും പറയും, ഇവിടെ വന്ന് ആപ്പിൾ പറയും, അത് കേരളത്തിൽ കുത്തിയും പറയും. ഇതുപോലെ കുത്തി അടിച്ച് കയറ് ലൂസാക്കി പുറത്ത് കട്ടിയാൽ മതി, അതേ പ്രസവിക്കും. പ്രസവിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾക്ക് അറിയും പശു വന്ന് ചാണം ചെറിയ ക്വാണ്ടിറ്റി കമ്മിയാണ്ടാവും ചാണം. അப்புறம் ഇവിടെ മുകളിൽ കുളി ഉണ്ടാവും. പ്രസവിക്കാൻ അടുത്താകുമ്പോൾ ഇവിടെ മുകളിൽ കുളി ഉണ്ടാവും. പിന്നെ വന്ന് മൂത്രം ഒളിച്ചു കൊണ്ടേക്കും. അപ്പോൾ വന്ന് പശു കണ്ടാലും അറിയും ഫുൾ ലോഡായി പോകും. പശു വന്ന് ഈ അകട് വന്ന് ഫുൾ ലോഡാകും. അപ്പോൾ വന്ന് പശു തിരിഞ്ഞു കൊണ്ടേക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും പശു പ്രസവിക്കാനായി. അപ്പോൾ പശു തൊട്ടടുത്ത് നിങ്ങൾ നിന്നാൽ മതി. തൊട്ടടുത്ത് കയ്യിൽ ലൂസാക്കി കച്ചി മുമ്പിട്ടിട്ട് നിങ്ങൾ തൊട്ടടുത്ത് അതേ പ്രസവിക്കും. നിങ്ങൾ പശു പോയി ഇപ്പോൾ വളിക്കണോ ഇല്ല ഇത് പിടിക്കണോ ആവശ്യമില്ല. ചിലപ്പോൾ ഒരു ചില പശുക്ക് വന്ന് പ്രസവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും മറ്റും നമ്മൾ ഒരു സപ്പോർട്ട് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ അടുത്തടുത്ത് വീഡിയോ ചിലപ്പോൾ വന്ന് നിങ്ങൾ കസ്റ്റമർ നിങ്ങൾ സബ്സ്ക്രൈബ് ആൾ പശുവാണ് എങ്ങനെ പോട്ടണം എങ്ങനെ നോക്കണം അങ്ങനെ ഏതെങ്കിലും ആൾക്കാർ ചോദ്യം ഉണ്ടെങ്കിൽ കമാൻഡ് ഉണ്ടെങ്കിൽ വിളിക്കുക. നിങ്ങൾ അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ എടുക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അതുപോലെ എങ്ങനെ പശു പ്രസവം നോക്കണം ഇല്ല പശു എങ്ങനെ പശു പ്രസവ തീറ്റ കൊടുക്കണം അതെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാം. നേരിട്ട് നിങ്ങൾ വീഡിയോയിൽ ലൈവിൽ നോക്കി പശു പ്രസവിക്കേണ്ടതെല്ലാം ഞാൻ അതെങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ പ്രസവിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞില്ലേ, ജസ്റ്റ് സപ്പോർട്ട് ചെയ്താൽ മതി, അതേ പ്രസവിക്കും. പ്രസവം കഴിഞ്ഞിട്ട് അണ്ണൻ പറയുന്നത് ഈ പ്രസവിച്ച പശുവിനെ മേടിക്കുന്നതിൽ നല്ലത് ചെന പശുക്കളെ മേടിക്കുന്നതാണോ? ചേട്ടാ പ്രസവിച്ച പശു ഉണ്ടെങ്കിൽ പ്രസവിച്ചിട്ട് കുറഞ്ഞത് 10 ദിവസമായി ആയ പശു മേടിക്കണം. 10 ദിവസം ആകുമ്പോൾ ഇവിടെ എല്ലാ ഇതിലും സെറ്റായി പോകും. മനസ്സിലായി? അതൊന്ന് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാർ പറയുന്നുണ്ട്. ഞാൻ പറയണത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ കുഴപ്പമേ ഇല്ല. എത്ര 400 കിലോമീറ്റർ കൊണ്ടുപോയാലും ആൾക്കാർക്ക് അറിയും ഈ പശു 400 കിലോമീറ്റർ വന്നിട്ടുണ്ട്, ഈ പശു ഒരുപാട് ടയേർഡ് ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഒരു ഡോക്ടർമാരെ വിളിച്ചിട്ട് ചേട്ടാ ഇത് 400 കിലോമീറ്റർ 500 കിലോമീറ്റർ വന്നിട്ടുണ്ട്, ഇതിക്ക് എങ്ങനെ കാൽസ്യം ഗ്ലൂക്കോസ് കൊടുക്കുക എല്ലാം കൊടുത്തു, പെയിൻ ടാബ്ലറ്റ് ഉണ്ട് അതെല്ലാം കൊടുത്ത് ഒരു ദിവസം നിർത്തണം. അപ്പോൾ നിർത്തിയിട്ട് പിന്നെ ഒരു 2-3 ദിവസം അടുത്തടുത്ത് പാൽ സെറ്റായി പോകും. ഇതാണ് കൂടുതലായിട്ട് കൊടുക്കുന്നത്? ഇല്ലല്ല, ഇതും കുറച്ച് കൊടുക്കും. രാവിലെ ഒരു 1 to 1.5 കിലോ, വൈകിട്ട് 1 to 1.5 കിലോ അങ്ങനെ കൊടുക്കും. പച്ച വന്ന് KS പെല്ലറ്റ് ഇതാക്കി കൂട്ടി കൊടുക്കണം. പെല്ലറ്റ് സാധനം അത് കാര്യം പശു വളർത്തുന്ന ആൾക്കാർ കൊടുക്കുന്ന ആൾക്കാർ അറിയും. ഈ പെല്ലറ്റ് രാവിലെ ഒരു 2-2.5 കൊടുക്കണം, വൈകിട്ട് ഒരു 2-2.5. ഇത് എന്തറിയോ, പാല് എത്ര ലിറ്റർ 20 ലിറ്റർ കിട്ടുന്ന പൈക്കിലേക്കാണ് ഞാൻ പറയുന്നുണ്ട്. രാവിലെ ഉച്ചക്കൂടി 20 ലിറ്റർ കിട്ടുന്ന പൈക്കിലേക്ക് 2 to 2.5 കിലോ ഇത് പെല്ലറ്റ്. രാവിലെ 2-2.5, വൈകിട്ട് 2-2.5, മൊത്തം 5 കിലോ ആയില്ലേ. അതുപോലെ ഇത് ഒരു 1 കിലോ, രാവിലെ ഒരു കിലോ, വൈകിട്ട് ഒരു കിലോ, എത്ര ആയി? 7 കിലോ ആയി. മനസ്സിലായില്ലേ? അപ്പുറം വന്ന് മറ്റേ ചോളത്തിൻ്റെ മാവ് അങ്ങനെ കൊടുക്കാം. പിന്നെ പരുത്തിക്കൊട്ട പിണ്ണാക്ക് കൊടുക്കാം. മനസ്സിലായില്ലേ? എല്ലാ രീതിയിലുണ്ട്. എല്ലാം ഇതെല്ലാം തവിടുക. ഇത് ഇത് കറുക്കാത്തവിട് പറയും. എന്നാ തവിട്? കറുക്കാത്തവിട്. അതിലെ നിളം തവിടിലെ ഒരു വേറെ ഇത് അതേ ഇത് വന്ന് പഞ്ച് പറയും, പരുത്തിക്കൊട്ട പഞ്ച്. അവർ ഒരു ചില ഫാമിൽ വന്ന് ഗോതമ്പ് തവിട് കൊടുക്കും, അപ്പുറം ഈ ഉമി തവിട് കൊടുക്കും, അപ്പുറം വന്ന് പെല്ലറ്റ് കൊടുക്കും, പിന്നെ വന്ന് ചോളത്തിൻ്റെ മാവ് കൊടുക്കും. ചോളത്തിൻ്റെ മാവ് കഞ്ഞി വെച്ച് കൊടുക്കും. അല്ലെങ്കിൽ ചോളത്തിൻ്റെ മാവ് ഇത് പൊടിയാക്കി കുടിക്കുന്ന വെള്ളത്തിലിട്ട് കൊടുക്കും. തീറ്റ ഇത് പുല്ലായിട്ടാണ് കൊടുക്കുന്നത്? പുല്ല് വന്ന് കച്ചി കൊടുക്കും, വൈക്കോൽ മെയിനായിട്ട് വൈക്കോൽ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വന്ന് പച്ച സൈലേജ്
പച്ചപ്പിൽ ഇവിടെ വന്ന് CO3 CO5 അങ്ങനെ ഉണ്ട്. അവിടെ അപ്പുറം സൈലേജും കൊടുക്കും. സൈലേജ് വന്ന് ഒരു പശുവിൻ്റെ ഹൈറ്റ് വെയിറ്റ് അനുസരിച്ച് ഒരു മാക്സിമം ഒന്നൊരു രാവിലെ ഒരു 8 കിലോ വൈകിട്ട് ഒരു 8 കിലോ പശുവിൻ്റെ സരിതം അനുസരിച്ച് കൊടുക്കണം സൈലേജ്. അപ്പോൾ നമുക്ക് ഇതങ്ങ് അവസാനിപ്പിക്കാം. ഓക്കെ, അതിനു മുമ്പ് എനിക്കൊരു കാര്യമായിട്ട് ചോദിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2 കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. ഒന്ന് തീറ്റയുടെ കാര്യം, അത് ഏകദേശം അങ്ങനെ പൂർത്തീകരിച്ചു. എന്നാൽ അവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് കൊണ്ടുവന്ന പല പശുക്കളും കേരളത്തിൽ ചെന്നതിന് ശേഷം തീറ്റ എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നു പല ഫാമുകാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഉണ്ട്, അങ്ങനെ പറഞ്ഞ ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പോൾ അവിടുത്തെ തീറ്റ കൊടുത്ത് നോക്കണം. അങ്ങനെ ഇല്ലാതെ പക്ഷേ ഇവിടെ നിന്ന് ഏത് തീറ്റ കൊടുക്കുന്നുണ്ടോ അത് മേടിച്ച് നമ്മൾ കൊടുത്ത് നോക്കണം. അങ്ങനെ ശീലിപ്പിച്ചെടുത്താൽ. അതെ, പോയ സീസണിലെ പട്ടണം ഒരുമിച്ച് എല്ലാ തീറ്റയും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പശു ഇവിടെ രാവിലെ വൈകിട്ട് കൂടി ഒരു 8 കിലോ കളിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോകാൻ ദിവസത്തിൽ 8 കിലോ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് പോയി ഒരു രാവിലെ ഒരു 2 കിലോ വൈകിട്ട് 2 കിലോ പച്ചവെള്ളത്തിൽ കൊടുത്തു. ആദ്യം പോയി ഇറക്കി പച്ചവെള്ളം കൊടുത്ത് നോക്കണം. പച്ചവെള്ളം എടുക്കണുണ്ടാ അങ്ങനെ. രണ്ടാമത് വന്ന് തവിടിട്ട് കൊടുക്കണം. രണ്ടാമത് മൂന്നാമത് പെല്ലിട്ട് എടുത്ത് നോക്കണം. അപ്പോൾ ഉപ്പിട്ട് ഇടണം. അതെല്ലാം വന്ന് ചില ആൾക്കാർക്ക് അറിയില്ല. അറിയാൻ പറ്റില്ല, ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അവിടെ പോയി ഇറക്കിയിട്ടില്ല, നമ്മൾ വിളിച്ചാൽ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും, നമ്മൾ സെറ്റാക്കി കൊടുക്കും. അതെ. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ രോഗങ്ങളുടെ ഒരു പ്രശ്നമോടെ നമ്മൾ പറഞ്ഞു, അതിനെക്കുറിച്ച് അതൊന്ന് പറഞ്ഞത്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അവിടെ വേറെ ഫാമിൽ ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഫാം കൂടെ കാണണം അല്ലേ? അതെ, വേറെ ഫാം, വേറെ കുറച്ച് പശുക്കളോടുണ്ട്. അത് നോക്കാം. അപ്പോൾ നമുക്ക് ആ ഫാം ഒന്ന് കാണാൻ പോകാം. ഓക്കെ, അവിടെ ചെല്ലുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഇവർ ചെയ്യുന്ന സർവീസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പശുവിനെ വാങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് കൃത്യമായിട്ട് അതെല്ലാം അടുത്ത വീഡിയോയിൽ പറഞ്ഞു കൊടുക്കും. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു തരും. അതുപോലെ നിങ്ങൾക്ക് അതിനകത്ത് കുറേ ടിപ്സുകളൊക്കെ ഉണ്ട്, ഉപകാരപ്രദമായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒട്ടും മിസ് ചെയ്യാതെ ആ വീഡിയോ കൂടെ കാണണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ, ഒരു ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുന്ന ചില ടിപ്സ് കൂടെ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വേറൊരു ഫാം വീണ്ടും കാണുന്നവരെ ഇസ്മി ജോബിംഗ് മണി സൈനിങ് ഫ്രം മകരക്കുഴി.